ഇവിടെ ഇവർക്കൂടെ ലാർജ് ഡാറ്റ 20 മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിന്റെ ഡാറ്റയാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ഇന്റർവ്യൂവിന് വന്ന സിനാരിയോ ആണ്. ഇവർക്ക് 3 ഡൈനാമിക്കലി വേണം 3 ടോപ്പ് സെയിൽസ് ആൾക്കാരുടെ ദേ വാണ്ട് ടു ഫൈൻഡ് ഹു ആർ ദ ടോപ്പ് 3 സെയിൽസ് പീപ്പിൾ. ആദ്യം നമുക്ക് എത്ര മാസങ്ങളുണ്ടെന്ന് ഇപ്പൊ ഒരു വലിയ ലിസ്റ്റ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ഡു ദാറ്റ്. ഞാൻ ഇച്ചിരി ഒന്ന് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, സോ ഫസ്റ്റ് ഐ എം ഗോയിങ് ടു ഡു ഈസ് ഈക്വൽ ടു, മുമ്പേ യുണീക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തായിരുന്നു അല്ലേ? യുണീക്ക് എടുത്തു, ഞാൻ ഈ മാസം മുഴുവൻ സെലക്ട് ചെയ്തു. എന്ത് ചെയ്തു? ഇത് നമുക്ക് എല്ലാ മാസം മാത്രം പിക്ക് ചെയ്തു. ഇത് ഡൈനാമിക്കലി എനിക്ക് വേണം. സോ ഞാൻ ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇവിടെ ഞാൻ കൊണ്ടുവരാൻ പോവാണ്. ഇത് മോഡലിങ്ങിനൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ഓൾട്ട് എ ഫോർ ഡാറ്റ, ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, വി ഫോർ ഡാറ്റ വാലിഡേഷൻ, വി പ്രസ് ചെയ്യുക. ഇവിടെ നേരം ഒരു ബോക്സ് വന്നു. ഓക്കെ, നിങ്ങൾക്ക് കാണാം എനി വാല്യൂ. ഈ എനി വാല്യൂവിന് വരെ നമ്മൾ ലിസ്റ്റ് ആക്കുന്നു. സോഴ്സിന് പകരം നമ്മൾ ഈ മാസങ്ങൾ പിക്ക് ചെയ്യുന്നു. ഓക്കെ നിൽക്കുന്നു. എന്ത് സംഭവിച്ചു? ഇപ്പൊ നമുക്കിവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ കിട്ടി. കണ്ടോ? നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിനെ നമ്മളൊരു കളർ വെച്ചിട്ട് നമ്മളൊരു ഹൈലൈറ്റ് ചെയ്യുക. കാര്യം ഇതൊരു ഡ്രോപ്പ് ഡൗൺ ആണ് കാണിക്കാൻ വേണ്ടി. ഇനി ഞാൻ ഒരു ഫോർമുല നിങ്ങൾ കാണിക്കുന്നതിന് മുമ്പേ ഇതിനാണ് നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പല ഫോർമുലകളെ ആഡ് ചെയ്യുക. ഓക്കെ, പല ഫോർമുലകളെ ഒരുമിച്ച് കൊണ്ടുവരിക. നിങ്ങൾ ജസ്റ്റ് വാച്ച് ഇറ്റ്. ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ഫിൽട്ടർ. ഇറ്റ്സ് എ വെരി പവർഫുൾ. എങ്ങനെ നെസ്റ്റഡ് പല ഫോർമുലകളെ ഹൗ യു ക്യാൻ ബ്രിങ് ഇറ്റ് ഓൾ ടുഗദർ. ഓക്കെ, സോ ഞാൻ ഫിൽട്ടർ എന്ന് പറഞ്ഞ ഫോർമുല എടുത്തിട്ട് ആദ്യം ചോദിക്കുന്നത് ഈസ് എൻ അറേ. ഓക്കെ, ഈ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടേബിളാണ്? അപ്പൊ ഞാൻ പറയാണ് ഐ വോണ്ട് ടു സീ ഈ ടേബിൾ. ദിസ് ഇസ് ദ ടേബിൾ ഐ വാണ്ട്, കോമ. അടുത്തത് ചോദിക്കുന്നത് വാട്ട് ടു ഇൻക്ലൂഡ്, എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ്, എവിടെയാണ് മന്ത് കിടക്കുന്നത്? സോ വി ആർ ചൂസിങ് ദാറ്റ്. ഇവിടെയുള്ള ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യുക. ഈസ് ഈക്വൽ ടു, അത് ഈ മേളിൽ നമ്മൾ കൊടുക്കുന്നതുമായിട്ട് ഈക്വൽ ആണെങ്കിൽ, എന്നിട്ട് ഐ എം ജസ്റ്റ് ക്ലോസിങ് ദ ബ്രാക്കറ്റ്, ഐ എം പ്രസിങ് എൻ്റർ. സീ വാട്ട് ഹാപ്പൻഡ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസത്തിലുള്ള സെയിൽസ്മാന്റെ സെയിൽ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു. ഇപ്പം ജാനുവരി എടുത്തു കഴിഞ്ഞാൽ ജാനുവരി മാസത്തെ കൊണ്ടുവരുന്നു. ജൂൺ എടുത്തു കഴിഞ്ഞാൽ ജൂൺ മാസത്തെ കൊണ്ടുവരുന്നു. രണ്ടാമത്, ഓക്കെ, ഇത് ഫിൽട്ടർ എന്ന് പറഞ്ഞ ഫോർമുലയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തത്. നമ്മൾ വേഗത്തിൽ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് നൗ, നിങ്ങൾ എങ്ങനെ കമ്പൈൻ ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിക്കുകയാണ്. ഹൗ ടു ബ്രിങ് ഫ്യൂ ഫോർമുലാസ് ടുഗദർ. രണ്ടാമത് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് ഈക്വൽ ടു സോർട്ട്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പറയാണ്, അത് ചോദിക്കാവുന്ന ഏത് അറയാണ് സോർട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പറയാണ് ഈ അറേ. ഓക്കെ, ഈ ടേബിൾ സോർട്ട് ചെയ്യുക, കോമ. എത്രാമത്തെ കോളമാണ് സോർട്ട് ചെയ്യേണ്ടത്? നമ്മൾ പറയാണ് 4ാമത്തെ കോളം സോർട്ട് ചെയ്യുക, കോമ. അസെൻഡിങ് വേണോ ഡിസെൻഡിങ് വേണോ? അതാ സൈഡിൽ നമ്പർ ചോദിക്കുന്നത്. നമ്മൾ പറയുന്നത് അസെൻഡിങ് മതി. അതിന് -1 കൊടുക്കുക, ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. എന്തോ ചെയ്തെന്ന് അറിയാം, നോക്കിയത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് അത് പിക്ക് ചെയ്ത് കൊടുത്താണ്. ഓക്കെ, ഈ മുമ്പേ ഉള്ള ഡാറ്റ തന്നെ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് പിക്ക് ചെയ്ത് തന്നു. ഇനി അവസാനത്തെ ഫോർമുലയാണ്, ഞാനിത് മിക്സ് ചെയ്യാൻ പോവാണ്. ഈസ് ഈക്വൽ ടു ടേക്ക്. ടേക്ക് എന്ന് പറഞ്ഞ ഫോർമുല എന്തോ അത് ചെയ്യുന്നത്? വീണ്ടും ചോദിക്കുകയാണ് അറേ. അപ്പം നമ്മൾ ഈ മുമ്പേ ചെയ്ത ഫോർമുല പിക്ക് ചെയ്യുന്നു, കോമ. എത്ര റോ വേണം? നമ്മൾ പറയുന്നത് നമുക്ക് ഹയസ്റ്റ് 3 അല്ലേ വേണ്ടത്. നമ്മൾ 3 സെലക്ട് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്ന എൻ്റർ. അപ്പം ഈ മുമ്പേ ജൂൺ മാസത്തിലെ ഏറ്റവും 3 ടോട്ടൽ സെയില് ഇതിവിടെ കൊണ്ടുപോകും. കണ്ടോ? പക്ഷെ നമുക്ക് ഇത്രയൊന്നും വേണ്ടല്ല. നിങ്ങൾ ഇത് ഞാൻ ഓരോ ഫംഗ്ഷന് ഞാൻ ഒറ്റ ഫോർമുല റൈറ്റ് ചെയ്തിട്ട് I'll just show to you how to do it. Okay, just one formula. ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാം. I'm just deleting everything. Now I'm going to write it. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഈസ് ഈക്വൽ ടു, കണ്ടോണം ഇത്, what is going to happen? Take, sort, filter. എപ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അകത്ത് പോവുക. അതാണ് നെസ്റ്റഡ് ഫോർമുല ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ യു ബ്രിങ് ഇറ്റ് ഇൻസൈഡ്. എന്താണ് ഫിൽട്ടർ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി കണ്ടല്ലേ, നമ്മുടെ ഡാറ്റ ഇരിപ്പുണ്ട്. സോ ഐ എം ടെലിങ് നമുക്ക് ഈ ടേബിളാണ് ഫിൽട്ടർ ചെയ്യേണ്ടത്, കോമ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ചോദിക്കുകയാണ് ഇൻക്ലൂഡ്. എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? കണ്ടോ, ഇൻക്ലൂഡ്. ഓക്കെ, നമ്മൾ പറയുകയാണ് ഈ മാസം ഈസ് ഈക്വൽ ടു, നമ്മൾ മുമ്പ് ചെയ്തതാണ്, ഈ മേളത്തെ മാസവുമായിട്ടാണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക, ക്ലോസ് ദ ബ്രാക്കറ്റ്. അപ്പം ആദ്യം ഫിൽട്ടറിന്റെ കണ്ടീഷൻ നമ്മൾ കൊടുത്തു. രണ്ടാമത്തെ നമ്മൾ അടുത്ത കണ്ടീഷൻ കൊടുക്കാൻ പോവാണ് ഇനിയിപ്പം. ഓക്കെ, സോർട്ടിന്റെ കണ്ടീഷൻ കൊടുക്കുകയാണ്.
നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ മുമ്പ് ചെയ്തപ്പം പറഞ്ഞായിരുന്നു നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് 4ാമത്തെ റോയിലുള്ള സെയിൽസിൻ്റെ ഡാറ്റ മതി. അത് നമുക്ക് അസെൻഡിങ് ഓർഡർ വേണം അല്ലേ. നമ്മൾ ബ്രാക്കറ്റ് വീണ്ടും ക്ലോസ് ചെയ്യുന്നു, കോമ. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലേ, ഇപ്പം ടേക്കിൻ്റെ ഫംഗ്ഷൻ ചോദിക്കുക. നമ്മൾ മുമ്പ് ചോദിച്ചിട്ട് 3ാമത്തെ ഫംഗ്ഷൻ ചോദിക്കുക. നമ്മൾ പറയുകയാണ് ഇപ്പോഴത്തെ ടേക്കിൻ്റെ ഫംഗ്ഷനിൽ ഓക്കെ എത്ര റോ വേണം? 3 റോ മതി. ക്ലോസ് ദ ബ്രാക്കറ്റ്. നമുക്ക് എൻ്റർ അടിക്കാം. വാട്ട് ഹാപ്പൻസ്? ഒരൊറ്റ ഫംഗ്ഷൻ, ഇതിനാണ് നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പല ഫംഗ്ഷൻ ഓർഡർ ഒരുമിച്ച് കൊണ്ടുവരിക, എൻ്റർ. ഹൗ ഇസ് ഇറ്റ്? ജാനുവരി മാസം, ഫെബ്രുവരി മാസം, മെയ് മാസം. Did you see what nested function is able to do? നമുക്ക് 4 സിനാരിയോ ആയിരുന്നു ചെയ്യാനുണ്ട്. വി ഡിഡ് ദ റീറ്റെയിൽ പാർട്ട് ആൻഡ് വി ഡിഡ് ദ സെയിൽസ് പാർട്ട്. സോ ഇതാണ് നമ്മുടെ AFP പ്രോഗ്രാമിന്റെ പാത്ത് വേ. കറക്റ്റ്. ആൻഡ്